ഓക്കെ, അപ്പോൾ നമ്മൾ OCയുടെ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞത് ലിങ്ക് പവർ ബഡ്ജറ്റിനെയും റൈസ് ടൈം ബഡ്ജറ്റിനെയും കുറിച്ചാണ്. അതായത് നമ്മുടെ ഒരു ഡിസൈൻ ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റത്തിൻ്റെ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡറേഷനിൽ എടുക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് മെയിനായിട്ട് വരുന്ന ഡിലേയ്സ്, അതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഹറൻസ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കോഹറൻസ് സിസ്റ്റം, അതിൻ്റെ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഹറൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതായത് എന്താ പറയുക, ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള റിസീവർ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യൂസസ് ഹോമോഡൈൻ ഓർ ഹെട്രോഡൈൻ ഡിറ്റക്ഷൻ, അങ്ങനെയായിരിക്കും കോഹറൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് കോഹറൻസ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ റിക്വയർമെൻറ്റ്സിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ്, ഒരു ട്രൂലി കോഹിറൻ ലേസറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം. സോ നമുക്കറിയാം, നമുക്ക് ലേസർ മാത്രമാണ് എന്ത് കോഹിറൻ്റ് ആയിട്ടുള്ളത്. LED എന്ന് പറഞ്ഞ സോഴ്സ് LED ആണെങ്കിൽ നമ്മുടെ സിസ്റ്റം കോഹിറൻ്റ് ആയിരിക്കില്ല. അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോപ്പർ കോഡിംഗ് മെത്തേഡ് ഫോർ ഇമ്പോസിങ് ഡാറ്റ ഓൺ ഒപ്റ്റിക്കൽ കരിയർ. ഒപ്റ്റിക്കൽ കരിയറിലേക്ക് നമുക്ക് പ്രോപ്പർ മെത്തേഡ് വഴി നമുക്ക് ഡാറ്റ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള കോഡ് റൈറ്റിംഗ്. പിന്നെ വേണ്ടത് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രാക്ടിക്കൽ പോളറൈസേഷൻ കൺട്രോൾ മെത്തേഡ്സ് ഫോർ ദ റിസീവറിനുള്ള പോളറൈസേഷൻ കൺട്രോൾ മെത്തേഡ്സ്. ഇപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരു കോഹിറൻസ് സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. In optical communication, coherent means any technique non-linear mixing of two optical waves are done. അപ്പം നോൺ ലീനിയർ മിക്സിംഗ് ഓഫ് 2 ഒപ്റ്റിക്കൽ വേവ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഹിറൻസ് സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോഹിറൻസ് സിസ്റ്റം ആക്കി എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇതാണ് ഒരു കോഹിറൻസ് സിസ്റ്റത്തിൻ്റെ ഡിസൈനിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഓഫ് കോഹിറൻറ്റ് ലൈറ്റ് വേവ് സിസ്റ്റം. ദർ ആർ 3 പോസിബിൾ മോഡുലേഷൻ മെത്തേഡ്സ് ആൻഡ് 4 ബേസിക് ഡിമോഡുലേഷൻ ഫോർമാറ്റ്സ്. അപ്പോൾ എന്താണുള്ളത്, ഒരു കോഹിറൻറ്റ് ലൈറ്റ് വേവ് സിസ്റ്റത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 3 പോസിബിൾ മോഡുലേഷൻ മെത്തേഡ്സ് 3 ബേസിക് ആയിട്ടുള്ള ഏതൊക്കെയാണ് വരുന്നത്, ASK, PSK എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്, അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റ് കീയിങ്. അതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിച്ചതാണ്. അപ്പം അതാണ് 3 ബേസിക് മോഡുലേഷൻ മെത്തേഡ്സും 3 ഡിമോഡുലേഷൻ മെത്തേഡ്സും അവൈലബിൾ ആയിട്ടുള്ളത് കോഹിറൻസ് സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്മിറ്റർ ഉണ്ട്, സിഗ്നൽ ഉണ്ട്, അത് നമ്മൾ FSK വഴി നമ്മുടെ മോഡുലേറ്ററിലേക്ക് കൊടുക്കുന്നു. അവിടെ ASK ഉണ്ട്, PSK ഉണ്ട്. പിന്നെ വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ റിസീവർ എൻഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഫോട്ടോ ഡയോഡ് ഉണ്ട്. ഫോട്ടോ ഡയോഡിൽ നിന്നും വരുന്നത് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. അതിനെ നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. പിന്നെ അത് ഡാറ്റ ഔട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ ഡിമോഡുലേറ്ററിലേക്ക് കൊടുക്കുന്നു, കാരണം നമ്മളവിടെ മോഡുലേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ കോഹിറൻ റിസീവർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്, നമ്മുടെ റിസീവറിനെ പറയുന്നത്. ബിക്കോസ് അതിനെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് കൊണ്ട് നമ്മളതിനെ കോഹിറൻ റിസീവർ എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കോഹിറൻ സിസ്റ്റത്തിൻ്റെ ജനറലൈസ്ഡ് ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡാറ്റ ഇൻ കൊടുക്കുന്നുണ്ട്. ഡാറ്റ ഇൻ നമ്മൾ ഡ്രൈവ് ഇലക്ട്രോണിക്സിലേക്ക് എന്ന് വെച്ചാൽ അത് ഡ്രൈവ് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. പിന്നെ വരുന്നത് മോഡുലേറ്ററാണ്. മോഡുലേറ്ററിൽ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ് പോളറൈസേഷൻ, ഇതാണ് ഈ 3 വരുന്നത്. ആഫ്റ്റർ ദാറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, സിംഗിൾ മോഡ് ഫൈബർ ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക. അത് ഹോമോഡൈൻ ആവാം, ഹെറ്ററോഡൈൻ ആവാം. ഹോമോഡൈൻ മീൻസ് λ1 is equal to λ2. ഹെറ്ററോഡൈൻ മീൻസ് λ1 not equal to λ2. അതാണ് ഈ ഹോമോഡൈനും ഹെറ്ററോഡൈനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് മോഡുലേറ്ററിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ഒരു ലേസർ കൺട്രോൾ, അതാണ് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അതായത് അവിടെ ഡാറ്റയും നമ്മൾ എങ്ങോട്ടേക്ക് പോകും, നമ്മുടെ മോഡുലേറ്ററിലേക്ക് പോകും. നമ്മൾ കൊടുക്കുന്ന കരിയർ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അതാണ് കരിയറാണ് ഈ ലേസറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് രണ്ടും കൂടിയാണ് ഈ ലേസറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കരിയറും അതേപോലെ തന്നെ നമ്മുടെ ഡാറ്റയും അതും കൂടെ കൂട്ടിയിട്ടാണ് മോഡുലേഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം അത് നമ്മുടെ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അത് എവിടെ എത്തും, നമ്മുടെ ഡിറ്റക്ടറിൽ റെസ്പോൺസ് ടു ഒപ്റ്റിക്കൽ ഫീൽഡ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അതെങ്ങോട്ടേക്കാണ് പോകുന്നത്, ആംപ്ലിഫയറിലേക്കാണ് പോകുന്നത്.
ഇനി ഇതിനുള്ള മെയിനായിട്ടുള്ള ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓസിലേറ്ററാണ്. ഓസിലേറ്റർ റിസീവർ സിസ്റ്റത്തിലുള്ള മെയിനായിട്ടുള്ള ഒരു സംഭവമാണിത് ഓസിലേറ്റർ. സോ നമ്മുടെ ലോക്കൽ ഓസിലേറ്റർ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ലേസർ ലോക്കൽ ഓസിലേറ്റർ ഉണ്ട്. എന്തിനായിരിക്കും ഈ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഗെയിൻ, ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും ലേസറിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഫോട്ടോ ഡയോഡിന് ലേസറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിൻ മീഡിയത്തിൻ്റെ കാര്യം. അതുപോലെ ഫോട്ടോ ഡയോഡിനും നമുക്കൊരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടിയാണ് എങ്ങോട്ടേക്ക് വരുന്നത്? പിന്നെ നമ്മുടെ ഡിറ്റക്ടറിലേക്ക് വരുന്നത്. ഇനി λ1 അഥവാ λ1 λ2 ഈക്വൽ ആണ് അൺഈക്വൽ ആണെന്ന് പറഞ്ഞു, ഹോമോഡൈനും ഹെട്രോഡൈനും റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എന്താണ് ഈ λ1? λ1 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? നമ്മുടെ ഡിറ്റക്ടറിൻ്റെയും λ2 എന്ന് പറയുന്നത് നമ്മുടെ ഓസിലേറ്ററിൻ്റെയും. ഓക്കെ, അതാണ് ഈ λ1ഉം λ2. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാറ്റാസ് എങ്ങോട്ടാണ് പോകുന്നത്? ആംപ്ലിഫയറിലേക്കാണ് പോകുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ടു ദ ഡിമോഡുലേറ്റർ എപ്പോഴും ഹെട്രോഡൈൻ ആയിരിക്കും. സോ ഡിമോഡുലേറ്ററിലേക്ക് പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫൈനൽ ഡാറ്റ ഔട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി കോഹിറൻറ്റ് സിസ്റ്റം ഡിസൈനിങ് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ ഒപ്റ്റിക്കൽ സിഗ്നൽ ES is equal to AS cos omega S t plus phi S of t, where AS is the amplitude of the optical signal field, omega S optical signal field, omega S is the optical signal carrier frequency, and theta phi S of t is the phase of the optical signal. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഒപ്റ്റിക്കൽ സിഗ്നലിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? AS cos omega ST plus phi S of t ആണ്. അതിനകത്ത് AS എന്ന് വെച്ചാൽ നമ്മുടെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, ഒമേഗ എസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ സിഗ്നലിൻ്റെ കരിയർ ഫ്രീക്വൻസിയാണ്, ആൻഡ് phi S is the phase. phi S എന്ന് പറഞ്ഞാൽ ഫേസ് ആണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ടേംസ്. ഇനി നമുക്ക് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾക്കിതിന് മോഡുലേഷനൊക്കെ നമുക്ക് ചെയ്യും. മോഡുലേഷൻ ചെയ്യും നമ്മൾ പറയും. അപ്പോൾ 3 തരത്തിലുള്ള മോഡുലേഷൻ സ്കീംസ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ASK, FSK ആൻഡ് PSK. സോ വാട്ട് ഈസ് ASK? എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഓൺ ഓഫ് കീ എന്ന് പറയും, OOK എന്നും കൂടി പറയാം. ഇൻ ദിസ് കേസ് phi S is constant and the signal amplitude AS takes one of the two values during each bit period depending on whether 0 or 1 is being transmitted. അപ്പം ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് ഡിജിറ്റൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ഐദർ 0 or 1, അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു വാല്യൂ നമ്മുടെ സിഗ്നൽ സെലക്ട് ചെയ്യും. സോ phi S and omega S will remain the same, only AS undergoes change. Now coming to the frequency shift key, what is FSK? For FSK, only the omega S keeps changing while AS and phi S are constant. And പിന്നെ വരുന്നത് കോൺസ്റ്റൻറ്റ് phi S of t is, ഇനി phi S of t എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ phi S of t എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ omega 1 of t അല്ലെങ്കിൽ omega 2 of t, അതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ phi S of t എന്ന് പറയുന്നത്. ഈ omega 1 omega 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി സിഗ്നൽ വാല്യൂസ് ആണ്. സോ കമ്മിങ് ടു ദ ഫേസ് ഷിഫ്റ്റ് കീയിങ്, here the information is conveyed by varying the phase with a sine wave. Phi S of t is equal to beta sin omega mt, where beta is the modulation index and omega m is the modulation frequency. അപ്പം ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിൽ നമ്മളൊരു സിഗ്നലിൻ്റെ ഫേസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ടു ചേഞ്ച് ദ ഫേസ് ഓഫ് ദ സിഗ്നൽ വി ആർ ആഡിങ് എൻ അഡീഷണൽ കരിയർ സിഗ്നൽ കോൾഡ് സൈൻ വേവ് എന്നാണ് അതിന് സൈൻ വേവ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സൈൻ വേവ് വിത്ത് phi S of t is equal to beta sin omega mt. അങ്ങനെയുള്ളൊരു പുതിയ സിഗ്നൽ നമ്മൾ എടുക്കുകയാണ്. ആൻഡ് ബീറ്റ ഇസ് ദ മോഡുലേഷൻ ഇൻഡെക്സ് എന്നാണ് ബീറ്റേനെ പറയുക, ആൻഡ് ഒമേഗ എം ഇസ് ദ മോഡുലേഷൻ ഫ്രീക്വൻസി. സോ ആ ഒരു സിഗ്നലിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫേസ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. Now working at the transmitter, a continuous wave narrow line width semiconductor laser is used which act as an optical frequency oscillator. അപ്പോൾ നമ്മൾ ഓസിലേറ്റർ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതെന്തായിരിക്കും? നാരോ ലൈൻ വിത്ത് സെമി കണ്ടക്ടർ ലേസറാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. In an optical coherent communication system, the output from the source, like laser, is used as the high frequency carrier whose amplitude, phase, polarization or frequency is modulated using the information signal. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സോഴ്സിൽ നിന്നും ലേസറിൽ നിന്നുമുള്ള സോഴ്സാണ് ഔട്ട്പുട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് കരിയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്
അതിൻ്റെ ഫേസ്, അതിൻ്റെ ഫ്രീക്വൻസി ഒക്കെയാണ് മോഡുലേറ്റ് ചെയ്യുന്നത്. എന്തിനനുസരിച്ചായിരിക്കും നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മെസ്സേജ് സിഗ്നലിനനുസരിച്ച് നമ്മൾ ഈ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മോഡുലേഷനും ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡും ഫേസും ഒക്കെ ചേഞ്ച് ചെയ്യണം. സോ ഇൻ എ ഡിജിറ്റൽ സിസ്റ്റം വി ക്യാൻ ഹാവ് FSK, PSK, ASK ആൻഡ് DPSK. അപ്പം ഈ DPSKയും കൂടി നമ്മൾ എന്തിനകത്തേക്ക് ആഡ് ചെയ്യും? ഡിജിറ്റൽ സിസ്റ്റം ആകുമ്പോൾ DPSKയും കൂടി ആഡ് ചെയ്യും. സോ എക്സ്റ്റേണൽ മോഡുലേറ്റേഴ്സ് ആർ യൂസ്. എക്സ്റ്റേണലുമായിട്ട് നമ്മൾ മോഡുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മോഡുലേറ്റഡ് കരിയർ വേവ് ഫോംസ് ഫോർ 3 സ്റ്റാൻഡേർഡ് മോഡുലേഷൻ ടെക്നിക്സ് വിത്ത് ബൈനറി ഡാറ്റ. അപ്പോൾ ഇതാണ് എന്താണ് ASK, PSK, FSK എന്ന് പറയുന്ന സംഭവങ്ങളാണിത്. സോ യു ക്യാൻ സീ ഹിയർ ദ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചസ് 1 0 1 1 0 അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ. Here the amplitude is selected as 1 0 1, anything, either 1 or 0. So here frequency is changed. Here if the information is 1, here we have high frequency, here low, high and low frequency is changed. Now coming to the phase, we have here in the beginning it starts from 0 and it comes go on like that until here. When the information is 0, instead of going to a plus 90 degree, it goes to a minus 90 degree. So here it starts like this. So what that means, phase is changed. Again coming here, we have a 1, information is 1. So here the signal goes to plus 90 degree instead of minus. Here it was minus, so instead of going to minus 90 degree, it goes to plus, and it keeps on like that until the next information bit is 0. So again it goes to minus 90 degree. So that is the phase changing. phase changing എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇൻഫർമേഷൻ്റെ ഫേസ് ചേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമ്മൾ കോഹിറൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 സിഗ്നൽസ് കോഹിറൻ്റ് ആണ് എന്നതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ സെയിം ആംഗിൾ. അതാണ് കോഹിറൻറ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ഹിയർ ഹിയർ നമ്മൾ ഫേസ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിഗ്നലിൻ്റെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ എന്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു? നമ്മുടെ ഇൻഫർമേഷൻ ബിറ്റ് ഏതാണോ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു. At the receiver side, the incoming signal is combined with the optical output from the semiconductor laser local oscillator. അപ്പോൾ റിസീവർ സൈഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻകമ്മിങ് സിഗ്നൽ നമ്മൾ എന്തുമായിട്ട് കമ്പൈൻ ചെയ്യും? ഒരു സെമി കണ്ടക്ടർ ലേസർ ലോക്കൽ ഓസിലേറ്റർ, നമ്മുടെ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് നമ്മുടെ ഫോട്ടോ ഡിറ്റക്ടറിലേക്ക് നമ്മൾ ഫെഡ് ചെയ്യുന്നത്. ഓർ അത് നമുക്ക് എന്ത് ചെയ്യാം? കൺവെൻഷണൽ സ്ക്വയർ ലോ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നു. For satisfactory optical coherent detection, the optical coupler device must combine the polarized optical information here bearing signal field with the similarly polarized yellow signal field. അപ്പം ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഒപ്റ്റിക്കൽ കോഹറൻറ്റ് ഡിറ്റക്ഷൻ നടക്കുന്നു എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഒപ്റ്റിക്കൽ കപ്ലർ ഡിവൈസിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് കമ്പൈൻ ചെയ്യേണ്ടത്? നമ്മുടെ പോളറൈസ്ഡ് ഒപ്റ്റിക്കൽ ഇൻഫർമേഷൻ, അതേപോലെ തന്നെ വേണ്ടത് പോളറൈസ്ഡ് ലോക്കൽ ഓസിലേറ്റർ, അതായത് ഈ ഇൻകമ്മിങ് സിഗ്നൽ, അതായത് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ, അതുകൂടാതെ തന്നെ ലോക്കൽ ഓസിലേറ്ററിൽ നിന്നുള്ള പോളറൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, ഇത് രണ്ടും കൂടെ ആയിരിക്കണം നമ്മുടെ കപ്ലറിൽ കമ്പൈൻ ചെയ്യേണ്ടത്. Now the receiver operates in the homodyne mode, that is when the optical frequency of the incoming signal and the local oscillator laser output are identical. So homodyne മോഡിലാണ് ആക്ട് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് എന്ന അതിൻ്റെ മീനിങ് എന്താണ്? ഇത് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? when the optical frequency of the incoming signal and local oscillator are identical. അപ്പോൾ ഐഡൻറ്റിക്കൽ ആകുമ്പോൾ, രണ്ടിൻ്റെയും ഫ്രീക്വൻസി ഐഡൻറ്റിക്കൽ ആകുമ്പോൾ ആ ഒരു കേസ് എടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അന്നേരം വർക്ക് ചെയ്യുന്നു എന്നല്ല, രണ്ടിൻ്റെയും ഈക്വൽ ആവുന്ന ആ ഒരു കേസിലാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഫോർ ഹെട്രോഡൈൻ ഡിറ്റക്ഷൻ എന്തായിരിക്കണം? രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കണം. ദ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസീസ് ഓഫ്സെറ്റ് ഫ്രം ദ ഇൻകമ്മിങ് സിഗ്നൽ ഫ്രീക്വൻസി. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. പിന്നെ നിങ്ങളുടെ PDF-ൻ്റെ കാര്യം, എനിക്ക് കുറച്ച് PDF കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ക്ലാസ്സിൽ തരാം കേട്ടോ, അയച്ചു തരാം ഞാനത്. ഓക്കെ, പിന്നെ നോട്ട്സ് റെഡിയാക്കിക്കോളൂ.